ചന്ദ്രൻ്റെ പ്രകാശിതമായ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി അഥവാ വെളുത്ത വാവ്. പൗർണമി ഹിന്ദുക്കളുടെ വളരെ പവിത്രമായ ദിനമാണ്. മിക്ക പൗർണമിയും പല പേരുകളിൽ ആഘോഷിക്കുന്നു. എല്ലാ പൗർണമിയും സത്യനാരായണ ഉപവാസം എന്ന പേരിൽ ആചരിക്കുന്നു. ശാക്തേയ വിശ്വാസപ്രകാരം ഭഗവതിയുടെ ആരാധനയ്ക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് പൗർണമി. പൗർണമി വ്രതം പരാശക്തിയെ ഉദ്ദേശിച്ച് നടത്തുന്ന വ്രതമാണ്. പൗർണമിയിലെ ദേവീപൂജ ഏറെ ഐശ്വര്യകരവും സാമ്പത്തിക അഭിവൃദ്ധി പ്രദാനം ചെയ്യുന്നതും ദുരിതനാശകരവുമാണ്. പൗർണമിയിലെ ഭഗവതി പൂജ ഐശ്വര്യപൂജ എന്നറിയപ്പെടുന്നു. അതിനാൽ ദുർഗ, ഭദ്രകാളി, ഭുവനേശ്വരി, മഹാലക്ഷ്മി, പാർവതി തുടങ്ങിയ മിക്ക ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രധാനമാണ്. വസന്തത്തിലെ ആദ്യ പൂർണ്ണചന്ദ്രൻ അഥവാ പിങ്ക് മൂൺ ഏപ്രിൽ 12-ന് ഗ്രീൻവിച്ച് ശരാശരി സമയം അനുസരിച്ച് രാത്രി 8:22-ന് ആകാശത്ത് കാണുവാൻ സാധിക്കും. എങ്കിലും ഇതൊരു സൂപ്പർ മൂൺ ആയിരിക്കില്ല, പകരം ഒരു മൈക്രോ മൂൺ ആയിരിക്കും. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുമ്പോഴാണ് മൈക്രോ മൂൺ എന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. സൂപ്പർ മൂണിൽ നിന്നും വ്യത്യസ്തമായി മൈക്രോ മൂൺ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ചന്ദ്രൻ ചെറുതും മങ്ങിയതും ആയിരിക്കും. പേര് പിങ്ക് മൂൺ എന്നാണെങ്കിലും ചന്ദ്രന് പിങ്ക് നിറം ഉണ്ടാകില്ല. വടക്ക് കിഴക്കേ അമേരിക്കയിൽ വസന്തത്തിൽ പൂക്കുന്ന പിങ്ക് പൂവായ ക്രീപ്പിംഗ് ഫ്ലോക്സ് അഥവാ ഫ്ലോക്സ് സുബുലാറ്റയുടെ പേരിലാണ് ഏപ്രിലിലെ പൂർണ്ണചന്ദ്രന് ഈ പേര് നൽകിയിരിക്കുന്നത്. വസന്തകാലത്ത് കാണുന്ന പിങ്ക് മൂൺ പുതിയ തുടക്കങ്ങളെയും വളർച്ചയുടെ ചക്രത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഭൂതകാലത്തെക്കുറിച്ചുള്ള മോശം ചിന്തകളെ ഉപേക്ഷിക്കാനും പകരം പുതിയ ഊർജങ്ങൾക്ക് ഇടം നൽകുവാനും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ആത്മചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും ആന്തരിക സത്യവുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായ സമയമാണിത്. പിങ്ക് മൂൺ ആത്മപരിശോധനയെ പ്രോത്സാഹിപ്പിക്കുന്നു. ജീവിതത്തെ സ്വയം പരിശോധിക്കാനും വളർച്ചയ്ക്കുള്ള മേഖലകൾ തിരിച്ചറിയുവാനും നല്ല മാറ്റങ്ങൾ വരുത്തുവാനും ഇത് നല്ല സമയമാണ്. ഈ ചാന്ദ്രഘട്ടം വ്യക്തികളിൽ ആത്മീയ അവബോധം വർദ്ധിപ്പിക്കുന്നു. ധ്യാനത്തിനും ഒരു വ്യക്തിയുടെ ആത്മദൗത്യവുമായി സ്വയം ബന്ധം സ്ഥാപിക്കുന്നതിനും ഇത് ഒരു മികച്ച സമയമാണ്. മാനസികവും ശാരീരികവും ആത്മീയവുമായ സന്തുലിതാവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു വ്യക്തിക്ക് തൻ്റെ പങ്കാളിയുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും ഏറ്റവും മികച്ച സമയമാണിത്. വൈകാരിക വളർച്ചയ്ക്കും സൃഷ്ടിപരമായ ആവിഷ്കാരത്തിനും പുതിയ സാധ്യതകൾ സ്വീകരിക്കാൻ പിങ്ക് മൂൺ വളരെ ഉത്തമമായ സമയമാണ്. ഏറ്റവും കഠിനമായ ജീവിത സാഹചര്യങ്ങൾക്ക് ശേഷവും ഒരു വ്യക്തിക്ക് ഉയരുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും പുതിയൊരു ജീവിതം ആരംഭിക്കുവാനും ആ ജീവിതത്തെ ഐശ്വര്യസമ്പൂർണ്ണമാക്കുവാനും സാധിക്കുമെന്ന് പ്രതീകപ്പെടുത്തുന്ന ഒന്നാണ് പിങ്ക് മൂൺ. ഹിന്ദുമത വിശ്വാസപ്രകാരം പൗർണമി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ശാസ്ത്രീയമായി വിജയം കൈവരിക്കുന്നതിനും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനം ഗ്രഹത്തിൽ വ്യത്യസ്തമായ ഒരു കാന്തിക ധ്രുവം ചെലുത്തുന്നു. ഇതുമൂലം തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിക്കുകയും ആ സമയത്ത് മനുഷ്യരിൽ കൂടുതലായി നിലനിൽക്കുന്ന ഗുണങ്ങൾ, അത് നല്ലതായാലും ചീത്തയായാലും അവ നമ്മളിൽ കൂടുതലായി മെച്ചപ്പെട്ടു വരികയും ചെയ്യുന്നു. അതിനാൽ പൗർണമി ദിനത്തിൽ നാം നല്ല ചിന്തകളിൽ മുഴുകി നമ്മുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറച്ചാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഐശ്വര്യപ്രദമായി മാറുന്നതാണ്. പൗർണമി ദിവസം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതം ഐശ്വര്യപ്രദമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.